ഹലോ എവരി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. ആദ്യം തന്നെ നമ്മൾ ടൈപ്പ് ഏതാണെന്നാണ് നോക്കാൻ പോകുന്നത്, അതായത് ലാംഗ്വേജിൻ്റെ ടൈപ്പ്. C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമ്മൾ പലപ്പോഴും ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ടും മിഡിൽ ലെവൽ ലാംഗ്വേജ് ആയിട്ടും ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്. കാരണം അത് പലപ്പോഴും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ നമ്മളതിനെ മിഡ് ലെവൽ ലാംഗ്വേജ് എന്നാണ് പറയാറുള്ളത്. എന്നാൽ സി ഷാർപ്പ് ഒരു പക്ക ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ് പറയാനുള്ളത്. പിന്നെ ലൈറ്റ് വെയ്റ്റ് ലാംഗ്വേജ് എന്ന് എടുത്തു കഴിഞ്ഞാൽ C++ ആണ് ഒരു ലൈറ്റ് വെയ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. കാരണം സി ഷാർപ്പിനകത്ത് അതിൻ്റെ ബൈനറീസ്, ഇപ്പോൾ ലൈബ്രറീസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന സൈസ് ഓഫ് ബൈനറീസ് പലപ്പോഴും വളരെ അധികമായിരിക്കും, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ലൈബ്രറീസൊക്കെ കമ്പൈലേഷൻ്റെ മുന്നേ തന്നെ അവർ ആക്സസ് ചെയ്യും സി ഷാർപ്പിനകത്ത്. അതുകൊണ്ട് തന്നെ അത് ലൈറ്റ് വെയ്റ്റ് അല്ല, C++ ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പിന്നെ പെർഫോമൻസിൻ്റെ കേസ് എടുക്കുമ്പോൾ C++ ആണ് കൂടുതൽ ഫാസ്റ്റായിട്ട് റൺ ചെയ്യുന്നത്. കാരണം നമ്മൾ സി ഷാർപ്പിൻ്റെ അകത്ത് മുന്നേ ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ പറഞ്ഞിരുന്നു, നമുക്കതിനകത്ത് ഓരോ ടൈം കമ്പയർ ചെയ്യേണ്ട കേസുകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം എടുക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഹൈ പെർഫോമൻസ് ഒക്കെ കിട്ടേണ്ട ആപ്ലിക്കേഷൻ ആണെങ്കിൽ ബെറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്നത് C++ ആണ്. പിന്നെ ഗാർബേജ് കളക്ഷൻ. സി ഷാർപ്പിനകത്ത് ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ ഉണ്ട്, എന്നാൽ C++നകത്ത് ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ ഇല്ല. അതിനകത്ത് C++നകത്ത് ഒബ്ജക്ട്സിനെ മാനുവലായിട്ടാണ് അലോക്കേറ്റ് ചെയ്യുന്നതും ഡീ അലോക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻസിയാണ്. സി ഷാർപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ കൂടുതലും അത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്താണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ C++ എല്ലാ പ്ലാറ്റ്ഫോമിനകത്തും പോസിബിളാണ്. വിൻഡോസ്, യുണിക്സ്, ലിനക്സ്, മാക്ക് അതൊക്കെ പോസിബിളാണ് C++ൻ്റെ കേസിൽ. നെക്സ്റ്റ് പറയാനുള്ളത് ടൈപ്സ് ഓഫ് പ്രൊജക്ട്സ് ആണ്. C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെയിൻലി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാർഡ്വെയറായിട്ട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആപ്ലിക്കേഷൻസൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. എന്നാൽ സി ഷാർപ്പിൻ്റെ കേസ് വരുമ്പോൾ അത് മൊബൈൽ ആപ്ലിക്കേഷൻസ്, വെബ് ആപ്ലിക്കേഷൻ, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, ഗെയിമിംഗ് ആപ്ലിക്കേഷൻ, അങ്ങനെ പല ടൈപ്പിലുള്ള പ്രൊജക്റ്റിലും അപ്ലിക്കബിളാണ്. പിന്നെ കമ്പൈലർ വാണിംഗ്. നമുക്ക് ഈ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് സിൻറ്റാക്സ് കറക്റ്റ് ആണെങ്കിൽ എന്ത് ടൈപ്പ് കോൺസെപ്റ്റുകളും ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. അവിടെ എറേഴ്സോ വാർണിങ്സോ ഒന്നും വരുന്നില്ല. മാത്രമല്ല, ഇങ്ങനെ ചെയ്യുന്നത് കാരണം പലപ്പോഴും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഡാമേജസും ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സി ഷാർപ്പിനകത്ത് കുറച്ചുകൂടി പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ഇങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്, സീരിയസ് ഡാമേജസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതൊക്കെയാണെങ്കിൽ കമ്പൈലർ എറേഴ്സ് ആയിട്ടും വാർണിങ്സ് ആയിട്ടൊക്കെ നമുക്ക് മുൻകൂട്ടി തരും. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ചെയ്യാൻ. പിന്നെ കമ്പൈലേഷൻ. C++ കോഡ് ഡയറക്റ്റ്ലി ഒരു മെഷീൻ കോഡിലേക്ക് കമ്പൈൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ സി ഷാർപ്പ് കോഡിൻ്റെ കേസ് വരുമ്പോൾ അത് കമ്പൈൽ ചെയ്ത് കണ്ട് ഒരു CLR ലാംഗ്വേജിലേക്ക് പാസ് ചെയ്യും. അത് ജിറ്റ് എന്ന കമ്പൈലറുമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുക. CLR എന്ന് പറയുന്നത് കോമൺ ലാംഗ്വേജ് റൺ ടൈമാണ്. JIT എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലറാണ്. ഓക്കെ, അങ്ങനെയാണ് കമ്പൈലേഷൻ നടക്കുന്നത്. ഒന്ന് ഡയറക്റ്റായിട്ട് മെഷീൻ കോഡിലേക്ക് മാറ്റും, മറ്റേത് CLR ലാംഗ്വേജിലൂടെ കൺവേർട്ട് ചെയ്തിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. C++നകത്ത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ സി ഷാർപ്പിനകത്ത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ വരാനുള്ളത് ലെവൽ ഓഫ് ഡിഫിക്കൽറ്റിയാണ്. C++ ലാംഗ്വേജിനകത്ത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ സി ഷാർപ്പിനകത്ത് പൊതുവെ സിമ്പിൾ ഹൈറാർക്കിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈസി ടു അണ്ടർസ്റ്റാൻഡും ആണ്. പിന്നെ ഡിഫാൾട്ട് ആക്സസ് സ്പെസിഫയർ. C++നകത്ത് ഡിഫാൾട്ട് ആക്സസ് സ്പെസിഫയർ പബ്ലിക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ സി ഷാർപ്പിനകത്ത് ഡിഫാൾട്ട് ആക്സസ് സ്പെസിഫയർ എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ കഴിയുമെങ്കിലും ഡിഫാൾട്ടായിട്ട് വരുമ്പോൾ C++നകത്ത് അത് പബ്ലിക്കും സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് പ്രൈവറ്റുമാണ്. പിന്നെ അടുത്ത കോൺസെപ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. C++ ലാംഗ്വേജ് ഒരു കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് അല്ല. എന്നാൽ സി ഷാർപ്പ് എന്ന് പറയുന്നത് ഒരു പ്യുവർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പിന്നെ ബൗണ്ട് ചെക്കിങ്. C++ ലാംഗ്വേജിനകത്ത് ബൗണ്ട് ചെക്കിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പാരേസിൻ്റെ കേസൊക്കെ എടുത്ത് നോക്കുമ്പോൾ. എന്നാൽ സി ഷാർപ്പ് ലാംഗ്വേജിനകത്ത് ബൗണ്ട് ചെക്കിങ്
സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോർ ഈച്ച് ലൂപ്പ്, C++ ലാംഗ്വേജ് ഡസ് നോട്ട് സപ്പോർട്ട് ഫോർ ഈച്ച് ലൂപ്പ്. C++ ലാംഗ്വേജിനകത്ത് ഫോർ ഈച്ച് ലൂപ്പ് സപ്പോർട്ട് ചെയ്യുന്നില്ല. C# ലാംഗ്വേജിനകത്ത് ഫോർ ഈച്ച് ലൂപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പോയിൻറ്റേഴ്സ്, C++നകത്ത് നമ്മൾ പോയിൻറ്റേഴ്സ് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യും. എന്നാൽ C#നകത്ത് അൺസേഫ് ആയിട്ടുള്ള ഏരിയകളിൽ മാത്രമേ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ C++, സ്ട്രിംഗ് വേരിയബിൾ കനോട്ട് ബി പാസ്ഡ് ഇൻ ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് C++നകത്ത് സ്ട്രിംഗ് വേരിയബിളിനെ നമുക്ക് സ്വിച്ചിലേക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ C# ലാംഗ്വേജിനകത്ത് ഈസി ആയിട്ടിത് പോസിബിളാണ്. പിന്നെ സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻസ്, C++ ലാംഗ്വേജിനകത്ത് നമ്മൾ സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാറുണ്ട്. എന്നാൽ C#നകത്ത് സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. ഇത്രയൊക്കെയാണ് C++ഉം C#ഉം തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് നോക്കാം. അധികം ഉണ്ട് കോൺസെപ്റ്റുകൾ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ്. ഒന്ന് ലോ ലെവൽ അല്ലെങ്കിൽ മീഡിയം ലെവൽ ലാംഗ്വേജ് ആണ്. മിഡിൽ ലെവൽ ലാംഗ്വേജ് C#ൻ്റെ കേസ് വരുമ്പോൾ അതൊരു ഹൈ ലെവൽ ലാംഗ്വേജാണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് നോക്കുമ്പോൾ C++ ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത്. പിന്നെ പെർഫോമൻസ് നോക്കുമ്പോൾ C++ ആണ് കൂടുതൽ ഫാസ്റ്റായിട്ട് റൺ ചെയ്യുക. കാരണം നമുക്ക് C#നകത്ത് ഈ കമ്പൈലേഷനൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ പെർഫോമൻസ് സ്ലോ ആയിരിക്കും. പിന്നെ ഗാർബേജ് കളക്ഷൻ്റെ കേസ് വരുമ്പോൾ C#നകത്ത് ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ പോസിബിളാണ്. പക്ഷേ C++നകത്ത് അത് പോസിബിളല്ല, മാനുവലി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻസി പറയുമ്പോൾ C# ഒരു സ്റ്റാൻഡേർഡൈസ് ലാംഗ്വേജ് ആയതുകൊണ്ടാണ് വിൻഡോസിനകത്ത് കൂടുതൽ അപ്ലിക്കബിൾ ആവുന്നത്. എന്നാൽ C++ന് വിൻഡോസും യൂണിക്സും ലിനക്സും മാക്കൊക്കെ പോസിബിളാണ്. പിന്നെ ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ്, നമ്മൾ C++ പൊതുവേ ഡയറക്റ്റ്ലി ഹാർഡ്വെയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ് ചെയ്യാറുള്ളത് എങ്കിൽ C#നകത്ത് മൊബൈൽ, വെബ്, ഡെസ്ക്ടോപ്പ്, ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ പോസിബിളാണ്. പിന്നെ കമ്പൈലർ വാണിംഗ്, C++നകത്ത് അങ്ങനെ കൂടുതൽ കമ്പൈലർ വാണിംഗ് വരാറില്ല. സിൻറ്റാക്സ് കറക്റ്റായി കിട്ടിയാൽ തന്നെ ഓൾമോസ്റ്റ് സെറ്റാണ്. എന്നാൽ C#നകത്ത് ഒരുപാട് കമ്പൈലർ വാണിങ്സ് വരും. കാരണം സീരിയസ് ഡാമേജസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വന്നു കഴിഞ്ഞാൽ അൺസേഫ് കേസുകളൊക്കെ വരുമ്പോൾ വാണിങ്സ് ഒക്കെ ആയിട്ട് വരും. പിന്നെ കമ്പൈലേഷൻ്റെ കാര്യം പറയുമ്പോൾ G++നകത്ത് ഡയറക്റ്റ് മെഷീൻ കോഡിലേക്ക് കമ്പൈൽ ചെയ്യാൻ കഴിയുമെങ്കിൽ C#നകത്ത് എന്താണ് ആദ്യം CLRലേക്കാക്കി മാറ്റി പിന്നെ JITയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടൊക്കെയാണ് കമ്പൈലേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഫാസ്റ്റ് അല്ലാതെ സ്ലോ ആയിട്ടൊക്കെ റൺ ചെയ്യുന്ന കേസുകൾ വരുന്നത്. പിന്നെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, C++നകത്ത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. C#നകത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. പിന്നെ ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി പറയുകയാണെങ്കിൽ C++നകത്ത് കൂടുതൽ കോംപ്ലക്സ് ഫീച്ചേഴ്സ് ഉണ്ട്. C#നകത്ത് കുറച്ചുകൂടെ ഈസിയാണ്. പിന്നെ ആക്സസ് സ്പെസിഫയർ പറയുകയാണെങ്കിൽ C++നകത്തുള്ള ഡിഫോൾട്ട് ആക്സസ് സ്പെസിഫയർ പബ്ലിക്കും C#നകത്തുള്ള ഡിഫോൾട്ട് ആക്സസ് സ്പെസിഫയർ പ്രൈവറ്റുമാണ്. പിന്നെ C++ ഒരു കംപ്ലീറ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. C# എന്താണ് കംപ്ലീറ്റ് പ്യുവർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. C++നകത്ത് ബൗണ്ട് ചെക്കിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ C#നകത്ത് ബൗണ്ട് ചെക്കിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ C++നകത്ത് ഫോർ ഈച്ച് ലൂപ്പ് സപ്പോർട്ട് ചെയ്യുന്നില്ല. C#നകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പോയിൻറ്റേഴ്സ് നമുക്ക് എവിടെ വേണമെങ്കിലും C++നകത്ത് യൂസ് ചെയ്യാം. എന്നാൽ C#നകത്ത് അൺസേഫ് ഏരിയയിലാണ് യൂസ് ചെയ്യുക. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സ്ട്രിംഗ് വേരിയബിളിനെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പാസ് ചെയ്യാൻ പറ്റില്ല C++ൻ്റെ കേസിൽ. എന്നാൽ C#ൻ്റെ കേസിൽ അത് പോസിബിളാണ്. സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ്റെ കേസ് വരുമ്പോൾ C++നകത്ത് നമുക്ക് സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. എന്നാൽ C#നകത്ത് പോസിബിൾ അല്ല. ഇത്രയാണ് നമുക്ക് C++ഉം C# കമ്പയർ ചെയ്യാനുള്ളത്. കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.